ഹായ് എവരിവൺ. ട്രബിൾ ഷൂട്ടിംഗ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രബിൾ ഷൂട്ടിങ്ങിൻ്റെ ജനറൽ മെത്തേഡ്സ് ഓഫ് ട്രബിൾ ഷൂട്ടിംഗ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൻ്റെ സ്റ്റെപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ എക്യുപ്മെൻറ്റ്സും, വോൾട്ടേജ് സ്റ്റെബിലൈസർ അതുപോലെ UPS പോലുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ്, 1-2 എക്യുപ്മെൻറ്റ്സിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ടാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ട് ഫോർ സ്റ്റെപ്ഡ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ. ഒരു സ്റ്റെപ്ഡ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറിൻ്റെ കേസിൽ അതിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ടാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഓരോ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് കോളത്തിൽ അതിൻ്റെ സെക്ഷൻസ് ടു ബി സസ്പെക്റ്റഡ്. ഇന്ന പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് കേട് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ സംശയിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ പോസിബിൾ കോസസ് ഫോർ ഡിഫക്റ്റ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. ദെൻ ആക്ഷൻസ്, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അല്ല, ഫസ്റ്റ് ട്രബിൾ ഇപ്പോൾ പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ളത് നോ ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് ഔട്ട്പുട്ട് സോക്കറ്റ്. ഔട്ട്പുട്ട് സോക്കറ്റിൽ, നമ്മുടെ വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ ഔട്ട്പുട്ട് സോക്കറ്റിൽ ഔട്ട്പുട്ട് വരുന്നില്ല എന്ന് വിചാരിക്കാം. അതിൽ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻപുട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ബക്ക് ബൂസ്റ്റ് റിലേസ് ആയിരിക്കും. ഔട്ട്പുട്ടിൽ സപ്ലൈ എത്തുന്നില്ല. സോ അതിൻ്റെ കാരണം ഒന്നുകിൽ ഇൻപുട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടാവും, ഇൻപുട്ടിലെ സപ്ലൈ വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ബക്ക് ബൂസ്റ്റ് റിലേസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മെയിനിൽ നിന്നും വരുന്ന കോഡ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അവിടെ ആയിരിക്കാം ഡിഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അല്ല, അതിൻ്റെ സ്വിച്ചുകൾ നോക്കുക. ദെൻ ഫ്യൂസ്, ട്രാൻസ്ഫോമർ ആൻഡ് റിലേ, ഇത്രയും ഭാഗങ്ങളിൽ ഡിഫക്ട്സ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത്. ദെൻ ആക്ഷൻസ് എന്ന് പറയുമ്പം ലൊക്കേറ്റ് ആൻഡ് റിപ്പയർ ഓർ റീപ്ലേസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ റിപ്പയർ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ എക്യുപ്മെൻറ്റ്സിന് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ സെക്കൻഡ് വൺ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് മോർ ആൻഡ് ഡു നോട്ട് റെഗുലേറ്റ്. ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുതലാണ്, നമ്മൾ കൊടുക്കുന്നതിലും കൂടുതലാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത്. റെഗുലേഷൻ അവിടെ നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, എവിടെയായിരിക്കും സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഏരിയ? അതിൻ്റെ ഇലക്ട്രോണിക് സർക്യൂട്ട് അല്ലെങ്കിൽ റിലേ. ഒന്നുകിൽ ഇലക്ട്രോണിക് സർക്യൂട്ടിലായിരിക്കും കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ റിലേസിലായിരിക്കും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടാവുക. പോസിബിൾ കോസസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ നമ്മൾ ഓപ്പൺ ഓർ ഷോർട്ടഡ് റെക്ടിഫയർ ഓർ ഡയോഡ്സ് ഓർ സെനർ ഡയോഡ്സ്. അതായത് ഒന്നുകിൽ ഓപ്പൺ അല്ലെങ്കിൽ റെക്ടിഫയറോ അല്ലെങ്കിൽ ഡയോഡുകളോ ഓപ്പണോ ആവാം, ഷോർട്ടോ ആവാം. ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഡയോഡുകളോ അല്ലെങ്കിൽ റെക്ടിഫയർ സർക്യൂട്ടുകളോ ഓപ്പണോ ആകാം അല്ലെങ്കിൽ ഷോർട്ടോ ആവാം. രണ്ടാണെങ്കിലും ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓപ്പൺ സെനർ ഡയോഡുകൾ, അതായത് ഇവിടുത്തെ 2 സെനർ ഡയോഡും ഓപ്പൺ ആയി പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? റിലേ RL1ഉം റിലേ RL2ഉം വർക്ക് ചെയ്യില്ല. സോ ഇതിൻ്റെ 2 കോണ്ടാക്ട്സ്, മേലെയുള്ള 2 കോണ്ടാക്ട്സ് NC എന്ന് പറയുന്ന പൊസിഷനിൽ തന്നെ നിൽക്കും. ഓവർ വോൾട്ടേജ് ആയിരിക്കും അവിടെ കിട്ടുക. കാരണം ഔട്ട്പുട്ട് നേരെ കണക്ട് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിൻ്റെ R പോയിന്റിലേക്കായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യും, ഹയർ വോൾട്ടേജ് തന്നെ കിട്ടും. അപ്പോൾ അവിടെ റെഗുലേഷൻ നടക്കുന്നില്ല, ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും കൂടുതലായിരിക്കും. ലൊക്കേറ്റ് ദ ഡിഫക്റ്റീവ് പാർട്ട് ആൻഡ് റീപ്ലേസ്. ഡിഫക്റ്റീവ് പാർട്ട് ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് സെയിം ആസ് ഇൻപുട്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് സെയിം ആയിട്ട് തന്നെ നിൽക്കുകയാണ്, റെഗുലേറ്റ് ഒന്നും ചെയ്യണില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ട്രാൻസ്ഫോമറിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ടിലോ ആയിരിക്കും കംപ്ലൈൻറ്റ് വരിക. ഇലക്ട്രോണിക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് നമ്മുടെ ഡയോഡ്, അതുപോലെ സെനർ ഡയോഡ്, അങ്ങനത്തെ പോർഷനൊക്കെ ഇലക്ട്രോണിക് സർക്യൂട്ടിലാണ് വരുന്നത്. ട്രാൻസിസ്റ്റർ ഓർ ഹെൽഡ് അപ്പ് റിലേ കോണ്ടാക്ട്സ് ആർ പാർഷ്യൽ ഓപ്പൺ ട്രാൻസ്ഫോമർ ഓർ ലീഡ്സ്. അതായത് ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ റിലേ കോണ്ടാക്ട്സിൻ്റെ ഒക്കെ എന്തായിരിക്കും, ട്രാൻസിസ്റ്റർ ഓർ ഹെൽഡ് അപ്പ് റിലേ കോണ്ടാക്ട്സ് ഓർ പാർഷ്യൽ ഓപ്പൺ ട്രാൻസ്ഫോമർ ഓർ ലീഡ്സ്. ഓപ്പൺ ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ ലീഡ്സ് എന്തായിരിക്കും, പാർഷ്യലി ഓപ്പൺ ആയി പോകുന്ന കേസ്. ഇത് ക്ലോസ് ആവാതെ പാർഷ്യൽ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന കേസിൽ എന്ത് വരില്ല, ഇതിലേക്കൊന്നും സപ്ലൈ വരില്ല. സോ അതൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കോണ്ടാക്ട്സ് പാർഷ്യലി ഓപ്പൺ ആയിട്ട് നിൽക്കുക, റിലേ കോണ്ടാക്ട്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കേസ് വരികയാണെങ്കിൽ സപ്ലൈ എത്തില്ല, ഇൻപുട്ടിൽ വന്ന അതേ വോൾട്ടേജ് തന്നെ ഔട്ട്പുട്ടിലേക്ക് വരും. ഈ ഒരു പോർഷനെ വർക്ക് ചെയ്യില്ല, ഇത്രയും പോർഷൻ തന്നെ വർക്ക് ചെയ്യാറില്ല. ദെൻ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, ദെൻ റിപ്പയർ ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ലോ, ഡു നോട്ട് റെഗുലേറ്റ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് അവിടെ ഹൈ ആയിരുന്നു, സെക്കൻഡ് കേസിൽ റെഗുലേഷൻ നടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, ലോ ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ലോ ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? നമ്മുടെ ഈ ഫിഗറിൻ്റെ അകത്ത് നോർമലി ക്ലോസ്ഡ് പൊസിഷനിൽ നിന്ന് നോർമലി ഓപ്പൺ പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും, പിയിലേക്കോ ക്യൂയിലേക്കോ കണക്റ്റഡ് ആവുന്നുണ്ടാവും.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാരണം അതുപോലെ തന്നെ ഇലക്ട്രോണിക് സർക്യൂട്ടിലായിരിക്കും പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. ഷോർട്ടഡ് സെനർ ഡയോഡ് ഓർ ട്രാൻസിസ്റ്റർ ഓർ ഓപ്പൺ റെസിസ്റ്റേഴ്സ്. ട്രാൻസിസ്റ്റർ അതുപോലെ സെനർ ഡയോഡുകളൊക്കെ എന്തായിരിക്കും, ഷോർട്ടായി പോകും. അത് രണ്ടും ഷോർട്ട് ആവുക എന്ന് പറയുമ്പോൾ റിലേ എന്തായിരിക്കും, ഓപ്പറേറ്റ് ചെയ്യും. റിലേ ആവശ്യമില്ലാതെ ഓപ്പറേറ്റ് ആയി പോകുന്നത് കൊണ്ട് സർക്യൂട്ടിലെ കണക്ഷൻ ഈ സ്വിച്ച് ക്ലോസ്ഡ് ആയി നോർമലി ഓപ്പൺ കോണ്ടാക്ട്സിലേക്ക് മാറി പിയിലേക്കോ ക്യൂയിലേക്കോ കണക്ട് ചെയ്യും. സോ അവിടെ വോൾട്ടേജ് നമുക്ക് കുറഞ്ഞിട്ടായിരിക്കും അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ടെസ്റ്റുകൾ ചെയ്യുക. റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെനർ ഡയോഡോ ട്രാൻസിസ്റ്ററോ ഓപ്പൺ റെസിസ്റ്റേഴ്സ്, ഓപ്പൺ ആയിട്ട് കിടക്കുന്ന റെസിസ്റ്റേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ റീപ്ലേസ് ചെയ്യാം. ദെൻ ചാറ്ററിങ് ഇൻ ദ റിലേയിൽ ചാറ്ററിങ് സൗണ്ടുകൾ വരികയാണെങ്കിൽ അതിൻ്റെ റീസൺ എന്തായിരിക്കും, ഇലക്ട്രോണിക് സർക്യൂട്ട് അല്ലെങ്കിൽ റിലേസിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോഴായിരിക്കും. മെയിൻ കോസ് എന്ന് വരാൻ ചാൻസ് ഉള്ളത് ലീക്കേജ് കപ്പാസിറ്റേഴ്സ്. അതിൻ്റെ കപ്പാസിറ്ററിൽ എന്തെങ്കിലും, ഇവിടെ വെച്ചിട്ടുള്ള കപ്പാസിറ്റേഴ്സിലൊക്കെ എന്തെങ്കിലും ലീക്കേജ് വരികയാണെങ്കിൽ റിലേയിൽ ചാറ്ററിങ് വരാൻ ചാൻസ് ഉണ്ട്. ഇതാണെങ്കിൽ ദിയ കപ്പാസിറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഒരു സ്റ്റെപ്ഡ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറിൽ വരാനുള്ള ട്രബിൾ ഷൂട്ടിംഗ് കോസസ്, അതുപോലെ ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ടുകളിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് നെക്സ്റ്റ് വൺ നമുക്ക് UPSൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ചാർജ് നോക്കാം. The troubleshooting and repair of UPS is difficult as the circuit is so complicated with so many functions. UPSൻ്റെ സർക്യൂട്ട് പൊതുവേ കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടായത് കാരണം അതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്ങും പൊതുവേ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രബിൾ ഷൂട്ടിംഗ് അപ്രോച്ച് വിത്ത് റീസണബിൾ അനലൈസിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ക്യാരി ഔട്ട് ദ ട്രബിൾ ഷൂട്ടിംഗ് ഇൻ ദ UPS സർക്യൂട്ട്. UPS സർക്യൂട്ടിൽ ട്രബിൾ ഷൂട്ടിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിലും റീസണബിൾ ആയിട്ടുള്ള ഒരു അനലൈസിങ്ങും അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ പ്രോപ്പർ ട്രബിൾ ഷൂട്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഫോൾട്ട് തന്നിട്ടുണ്ട്, ദെൻ പോസിബിൾ റീസൺ തന്നിട്ടുണ്ട്, ട്രബിൾ ഷൂട്ടിങ് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ, UPS വർക്ക്സ് ഓൺ 240 വോൾട്ട്, ദെൻ AC മെയിൻസ് ബട്ട് ഡസ് നോട്ട് ഓപ്പറേറ്റ് ഓൺ ബാറ്ററി. 240 വോൾട്ട് AC മെയിൻസിൽ UPS വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ UPS എന്ത് ചെയ്യുന്നില്ല, ബാറ്ററിയിൽ UPSന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പോസിബിൾ റീസൺ, ബാറ്ററിയിൽ നിന്ന് വരുന്ന സപ്ലൈ എത്താത്തത് കൊണ്ടായിരിക്കും. സോ ബാറ്ററിയുടെ ഫ്യൂസ് ഒന്നൊക്കെ ബ്ലോൺ ഔട്ടായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുമായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്ത് സംഭവിക്കും, UPS ബാറ്ററിയിൽ വർക്ക് ചെയ്യില്ല. ചെക്ക് ദ ബാറ്ററി ഫ്യൂസ്, ബാറ്ററിയുടെ ഫ്യൂസ് വർക്ക് ചെയ്യുക. ഇഫ് ഫ്യൂസ് ഈസ് ബ്ലോൺ ഔട്ട് റീപ്ലേസ് ഇറ്റ്. ഇഫ് ഇറ്റ് ഈസ് ലൂസ് ആണെങ്കിൽ ടൈറ്റൻ ചെയ്യുക. ബാറ്ററിയുടെ ഫ്യൂസ് ബ്ലോൺ ഔട്ടായി പോയിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. ദെൻ ലൂസർ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ടൈറ്റ് ചെയ്യാം. ദെൻ റീചാർജ് ദ ബാറ്ററി ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാറ്ററിനെ എന്ത് ചെയ്യുക, വീണ്ടും ഡിസ്ചാർജ് ചെയ്യുക. ഓൾസോ ചെക്ക് ദ പൊളാരിറ്റി ഓഫ് ദ ബാറ്ററിയുടെ പൊളാരിറ്റിയും പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ദ നെക്സ്റ്റ് കണ്ടീഷൻ, വെൻ ദ UPS ഈസ് സ്വിച്ച്ഡ് ഓൺ ചാർജർ ഡസ് നോട്ട് ടേൺ ഓൺ. UPS സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചാർജർ ടേൺ ഓൺ ആവണില്ല. മെയിൻസ് ഇൻപുട്ട് ഫ്യൂസ് മേ ബി ബ്ലോൺ ഔട്ട്. മെയിൻസിൽ നിന്നുള്ള ഇൻപുട്ട് ഫ്യൂസ് ബ്ലോൺ ഔട്ട് ആയിട്ട് പോയിട്ടുണ്ടാവും. UPS ഓൺ ആവുന്നുണ്ട്, ചാർജർ ഓൺ ആവാത്തത്. സോ ചാർജ് ചെയ്യാൻ അതിന് സപ്ലൈ വരുന്നുണ്ടാവില്ല. അപ്പോൾ മെയിൻസിൽ നിന്നുള്ള ഇൻപുട്ട് ഫ്യൂസ് ബ്ലോൺ ഔട്ട് ആയി പോയിട്ടുണ്ടാവും. നമ്മൾ ഫ്യൂസ് മാറ്റി കൊടുക്കുക. ഫ്യൂസ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂസ് മാറ്റി കൊടുക്കുക. ദെൻ ചാർജർ ഇൻപുട്ട് ഫ്യൂസ് ബ്ലോൺ ഔട്ട്. അതല്ലെങ്കിൽ എന്തായിരിക്കും, ചാർജറിലുള്ള ഇൻപുട്ട് ഫ്യൂസ് ബ്ലോൺ ഔട്ടായി പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചെക്ക് ദ ബാറ്ററി പൊളാരിറ്റി ആൻഡ് കണ്ടീഷൻസ്, കറക്റ്റ് ഇറ്റ് ഇഫ് റോങ്, റീപ്ലേസ് ദ ഫ്യൂസ്. ബാറ്ററി പൊളാരിറ്റി തെറ്റാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഫ്യൂസിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഫ്യൂസ് റീപ്ലേസ് ചെയ്യാം. ചെക്ക് ദ സപ്ലൈ ഫ്രം ദ മെയിൻസ്. ഇഫ് ഓക്കെ ദെൻ ചെക്ക് റിലേ വയറിംഗ്. ചെക്ക് റിലേ കോയിൽ. നമ്മൾ മെയിൻസിൽ നിന്നുള്ള സപ്ലൈ ചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ റിലേ വയറിങ് ചെക്ക് ചെയ്യുക. റിലേ വയറിങ്ങിൽ എന്തെങ്കിലും റിലേ കോയിലിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ തേർഡ് ഫോൾട്ട് എന്ന് പറയുന്നത് 240 വോൾട്ട് AC മെയിൻസ് സപ്ലൈ നോട്ട് അവൈലബിൾ. 240 വോൾട്ടിലുള്ള AC സപ്ലൈ തന്നെ നമുക്ക് അവൈലബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും കംപ്ലൈൻറ്റ്? മെയിൻ റീസൺസ് പറയുന്നത് മെയിൻ സപ്ലൈ ഫെയിൽ, മെയിൻ സപ്ലൈയിൽ എന്തെങ്കിലും ഫെയിലിയർ വന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ചെക്ക് ദ സപ്ലൈ ഓഫ് മെയിൻസിൻ്റെ സപ്ലൈ ചെക്ക് ചെയ്യുക. ഇൻപുട്ട് AC മെയിൻസ് ഇസ് വെരി ലോ. എന്നെങ്കിൽ ഇൻപുട്ട് AC ഭയങ്കര ലോ ആയിരിക്കുന്ന സമയത്ത് സപ്ലൈ അവൈലബിൾ ആവാത്ത കേസ് വരും. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് ചെക്ക് ചെയ്യുക, വോൾട്ടേജ് കുറവാണോ എന്ന് ചെക്ക് ചെയ്യുക. ലൂസ് കണക്ഷൻ ഇൻ ദ ഇൻപുട്ട് വയറിംഗ്. ഇൻപുട്ടിൽ നിന്നുള്ള വയറിങ്ങിൽ ലൂസ് കണക്ഷൻ ഉണ്ടോ നോക്കുക. സോ ടൈറ്റ് ദ കണക്ഷൻ ഓഫ് ദ വയറിംഗ് കമ്മിങ് ഫ്രം ദ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് വരുന്ന കണക്ഷൻ്റെ വയറിങ് ടൈറ്റ് ചെയ്ത് വെക്കുക. നാലാമത്തത്, DC വോൾട്ടേജ് ഈസ് ഓക്കെ ബട്ട് UPS ഷോസ് DC അണ്ടർ വോൾട്ടേജ് ആൻഡ് ട്രിപ്സ്. DC വോൾട്ടേജ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ UPS DC അണ്ടർ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. DC വോൾട്ടേജ് ഓക്കെ ആണെങ്കിൽ പോലും UPS DC അണ്ടർ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്, ട്രിപ്പ് ചെയ്യുന്നുണ്ട്. ട്രിപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഓവർലോഡ് വരുന്ന കേസിലാണ് ട്രിപ്പ് ചെയ്യുക. അപ്പോൾ വോൾട്ടേജ് കുറവായിരിക്കും, അപ്പോൾ അണ്ടർ വോൾട്ടേജ് ആണ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കും.
സോ പോസിബിൾ റീസൺ എന്താണ്? ഇൻവെർട്ടർ ഫ്യൂസ് ഈസ് ബ്ലോൺ. ഇൻവെർട്ടറിൻ്റെ ഫ്യൂസ് പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഫ്യൂസ് റീപ്ലേസ് ചെയ്യാം. ഓർ റെസ്റ്റ് ഓർ ലൂസ് കണക്ഷൻ ഇൻ ദ ബാറ്ററി. ബാറ്ററിയിൽ എന്തെങ്കിലും റെസ്റ്റോ അല്ലെങ്കിൽ ലൂസ് കണക്ഷനോ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ബാറ്ററിയിൽ ലൂസ് കണക്ഷനോ അതല്ലെങ്കിൽ ഇൻവെർട്ടറിൻ്റെ ഫ്യൂസൊക്കെ പോയി കഴിഞ്ഞാൽ പ്രോപ്പർ സപ്ലൈ എത്തില്ല. അപ്പോൾ അത് അണ്ടർ വോൾട്ടേജ് ആണ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കും. ദെൻ ചെക്ക് ദ കണക്ഷൻ. ബാറ്ററി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കണക്ഷൻ ചെക്ക് ചെയ്യാം. വെൻ ദ UPS ഈസ് സ്വിച്ച്ഡ് ഓൺ വിത്തൗട്ട് ലോഡ്. UPS സ്വിച്ച് ഓൺ ആവുന്നുണ്ട്. ലോഡ് കണക്ട് ചെയ്യാത്ത കേസിൽ UPS സ്വിച്ച് ഓൺ ആവുന്നുണ്ട്. ബട്ട് DC അണ്ടർ വോൾട്ടേജ് ഇൻഡിക്കേറ്റർ ടേൺസ് ഓൺ അറ്റ് ലോഡ്. DCയുടെ അണ്ടർ വോൾട്ടേജ് ഇൻഡിക്കേറ്റർ ഓൺ ആവുന്നുണ്ട്. ലോഡ് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്വിച്ച് ഓൺ ആവുന്നുണ്ട്. ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അണ്ടർ വോൾട്ടേജ് ഇൻഡിക്കേറ്റർ ടേൺ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്തായിരിക്കും? ഒന്നുകിൽ ലോഡ് ടു ഹൈ ആയിരിക്കും. നമ്മൾ ആ UPSലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ലോഡ് ഒരുപാട് കൂടുതലാകുമ്പോൾ അണ്ടർ വോൾട്ടേജ് കാണിക്കും. അങ്ങനെയാണെങ്കിൽ ചെക്ക് ദ ലോഡ് ആൻഡ് ആഡ് ലോഡ്സ് ഗ്രാജുവലി. ലോഡ് ചെക്ക് ചെയ്യുക. നമ്മൾ കംപ്ലീറ്റ് ലോഡിനെ ഇതിൽ നിന്ന് കളഞ്ഞിട്ട് പയ്യെ ഓരോ ലോഡായിട്ട് ഗ്രാജുവലി നമ്മൾ ലോഡ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏത് സമയത്താണ് അത് ലോഡ് കൂടുതൽ ഹൈ ആവണേ എന്ന് നോക്കാം. ദെൻ ലൂസ് കണക്ഷൻ ഓഫ് ദ ബാറ്ററി ടെർമിനൽ. ബാറ്ററി ടെർമിനലിൽ എന്തെങ്കിലും ലൂസ് കണക്ഷൻ ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ബാറ്ററി ചാർജ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിലും ഇതുപോലെ അണ്ടർ വോൾട്ടേജ് കാണിക്കാറുണ്ട്. കാരണം ബാറ്ററിക്ക് പ്രോപ്പറായിട്ടുള്ള വോൾട്ടേജ് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദെൻ ടൈറ്റ് ദ കണക്ഷൻസ് ആൻഡ് ചെക്ക് ദ പൊളാരിറ്റി ഓഫ് ദ ബാറ്ററി. കണക്ഷൻസ് ചെക്ക് ചെയ്യുക, ബാറ്ററിയുടെ പൊളാരിറ്റി ചെക്ക് ചെയ്യുക. ഷോർട്ട് ഓർ എർത്ത് ഫോൾട്ട് ഇൻ ദ ലോഡ്. ലോഡിൽ എന്തെങ്കിലും ഷോർട്ടോ അതുപോലെ എർത്ത് ഫോൾട്ടോ വന്നു കഴിഞ്ഞാലും ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ചെക്ക് ദ ലോഡ് സർക്യൂട്ട് വയറിങ്. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക? ലോഡ് സർക്യൂട്ടിൻ്റെ വയറിങ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അതുപോലെ എർത്ത് ഫോൾട്ടോ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ദ നെക്സ്റ്റ് ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് വേർ ദർ ഈസ് നോ AC മെയിൻ സപ്ലൈ ആൻഡ് ദ UPS ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ ബാറ്ററി, DC അണ്ടർ വോൾട്ടേജ് ഇൻഡിക്കേറ്റർ ടേൺസ് ഓൺ. AC മെയിൻ സപ്ലൈ ഒന്നുമില്ല, UPS ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്, DC അണ്ടർ വോൾട്ടേജ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ എന്തായിരിക്കില്ല? മെയിൻസിലല്ല വർക്ക് ചെയ്യുന്നത്. സോ മെയിൻസിൻ്റെ എല്ലാ പ്രശ്നം ബാറ്ററിയിലായിരിക്കും. ബാറ്ററി ഡിസ്ചാർജ് ആയി പോകുന്നുണ്ടോ? ബാറ്ററിയുടെ ചാർജ് നിൽക്കുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ റീചാർജ് ദ ബാറ്ററി. യൂസ് പ്രോപ്പർ കറണ്ട് കപ്പാസിറ്റി കേബിളിൻ്റെ ബാറ്ററി സർക്യൂട്ട്. ബാറ്ററി സർക്യൂട്ടിൽ റീചാർജ് ചെയ്യുക. ബാറ്ററി സർക്യൂട്ടിൽ പ്രോപ്പറായിട്ടുള്ള കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിയുള്ള കേബിൾസ് യൂസ് ചെയ്യാം ചാർജിങ് സർക്യൂട്ടിൻ്റെ അകത്ത്. ദെൻ ബാറ്ററി ടെർമിനൽ ഡസ്റ്റോ ലൂസ്. ബാറ്ററി ടെർമിനലിൽ ഡസ്റ്റോ ലൂസ് കണക്ഷനോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ കണക്ഷനെല്ലാം ചെക്ക് ചെയ്യുക. ഡസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെല്ലാം റിമൂവ് ചെയ്യുക. ദെൻ DC ഫ്യൂസ് ബ്ലോസ് ഓഫ്. DCയുടെ ഫ്യൂസ് ബ്ലോ ഓഫ് ആയി പോവുകയാണെങ്കിൽ ഓവർലോഡ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണ് DCൻ്റെ ഫ്യൂസ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചേഞ്ച് DC ഫ്യൂസ് മാറ്റി കൊടുക്കുക. DC ലിങ്കിൻ്റെ ഫ്യൂസ് മാറ്റി കൊടുക്കുക. ദെൻ റെഡ്യൂസ് ദ ഓവർലോഡ് കുറച്ച് കൊടുക്കുക. ലോഡ് കുറച്ചിട്ട് കൊടുക്കുക. ഇഫ് പവർ ട്രാൻസിസ്റ്റേഴ്സ് ആർ ഷോർട്ട് ഓർ ലീക്കി റീപ്ലേസ് ദം. ഈ പവർ ട്രാൻസിസ്റ്റേഴ്സ് എന്തെങ്കിലും ഷോർട്ട് ആവുക അല്ലെങ്കിൽ ലീക്കേജ് വരുവാണെങ്കിൽ അത് എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യാം. UPS ഡസ് നോട്ട് സ്വിച്ച് ഓൺ. UPS സ്വിച്ച് ഓൺ ആവണില്ല. സപ്ലൈ ഫെയിൽസ് ഡ്യൂ ടു ദ ബ്ലോൺ ഔട്ട് ഫ്യൂസ് ഓർ സം ബ്രേക്ക് ഇൻ ദ കേബിളിൽ എന്തെങ്കിലും ബ്രേക്കോ അല്ലെങ്കിൽ ഫ്യൂസ് ബ്ലോൺ ഔട്ട് ആവുകയോ ചെയ്തത് കാരണം സപ്ലൈ ഫെയിൽ ആയിട്ടുണ്ടാകും. സപ്ലൈ കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും UPS ഓൺ ആവാത്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? റീപ്ലേസ് ദ ഫ്യൂസ്, ചെക്ക് ദ കേബിൾ ചെക്ക് ചെയ്യുക, ഫ്യൂസ് റീപ്ലേസ് ചെയ്യുക. നോ DC സപ്ലൈ ഇൻ ദ കൺട്രോൾ കാർഡ് ഡ്യൂ ടു ഡ്രൈ സോൾഡറിങ് ഓർ ഡീസോൾഡറിങ്. കൺട്രോൾ കാർഡിൻ്റെ അകത്ത് DC സപ്ലൈ വരുന്നുണ്ടാവില്ല. കാരണം ഡ്രൈ സോൾഡറിങ്ങോ അല്ലെങ്കിൽ ഡീസോൾഡറിങ്ങോ കാരണമായിരിക്കും ഉണ്ടാവുക. സോ അതിനെന്ത് ചെയ്യുക? നമ്മൾ ചെക്ക് ആൻഡ് കറക്റ്റ് ഡ്രൈ സോൾഡറിങ് ചെക്ക് ചെയ്യുക. ഡീസോൾഡർ ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനും ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? വീണ്ടും നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. ചെക്ക് കൺട്രോൾ കാർഡിൻ്റെ വയറിങ് ചെക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ UPS ട്രിപ്സ് വെൻ ഫുൾ വോൾട്ടേജ് അല്ലെങ്കിൽ ഫുൾ ലോഡ് ഈസ് കണക്റ്റഡ്. ഫുൾ ലോഡ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ UPS ട്രിപ്പായി പോകുന്നുണ്ട്. ഓവർലോഡ് സെറ്റിംഗ് റോങ് ആയിരിക്കും. അതായത് നമ്മളെ ലോഡ് കംപ്ലീറ്റ് കണക്ട് ചെയ്താൽ UPSന് ഇപ്പോൾ താങ്ങാവുന്ന ലോഡാണെങ്കിൽ പോലും നമ്മൾ കണക്ട് ചെയ്ത ലോഡ് ഫുള്ളായിട്ട് നമ്മളൊരു ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ UPS ട്രിപ്പായി പോവുകയാണ്. ശരിക്കും അത്രയും ലോഡ് താങ്ങാൻ കപ്പാസിറ്റി ഉള്ള ഒരു UPS ആണത്. പക്ഷേ എന്നിട്ടും UPS ട്രിപ്പായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്തായിരിക്കും? അതിൻ്റെ ഓവർലോഡ് സെറ്റിംഗ് റോങ് ആയിരിക്കും. വേണ്ടത്ര ഓവർലോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യുക? ഓവർലോഡ് സെറ്റിംഗ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ചെക്ക് ദ പവർ കൺസംഷൻ ഓഫ് ദ ലോഡിൻ്റെ പവർ കൺസംഷൻ ചെക്ക് ചെയ്യുക. ലോഡ് കൂടുതലായിട്ട് പവർ വലിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിലും ഈ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഗ്രാജുവലി ലോഡ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. മെല്ലെ ലോഡ് ഇൻക്രീസ് ചെയ്തിട്ട് എത്ര കണ്ട് ലോഡ് പോകുന്നുണ്ട് എന്ന് നോക്കുക. ഒറ്റയടിക്ക് ലോഡ് കൊടുക്കാതെ ഗ്രാജുവലി ലോഡ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടുത്ത ഫെയിലിയർ എന്ന് പറയുന്നത് UPS ഔട്ട്പുട്ട് ഈസ് ഹൈ. UPSൻ്റെ ഔട്ട്പുട്ട് ഭയങ്കര ഹൈ ആണ്.
അങ്ങനെയാണെങ്കിൽ സം കണക്ഷൻ ഈസ് ബ്രോക്കൺ ഇൻ ദ ഫീഡ്ബാക്ക് ലൂപ്പ്. ആ ഫീഡ്ബാക്ക് ലൂപ്പിൽ ഏതെങ്കിലും കണക്ഷൻ പോയിട്ടുണ്ടാവും. കാരണം ഔട്ട്പുട്ട് ഹൈ ആവണം എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ഫീഡ്ബാക്ക് കൊടുത്തത് റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ അത് ഫീഡ്ബാക്കിൻ്റെ സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചെക്ക് ഫീഡ്ബാക്ക് ട്രാൻസ്ഫോമർ വയറിംഗ് ആൻഡ് അഡ്ജസ്റ്റ് ഫീഡ്ബാക്ക് വോൾട്ടേജ് പ്രീസെറ്റ്. ഫീഡ്ബാക്ക് വോൾട്ടേജിന് ഓവർ വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഫീഡ്ബാക്കിൻ്റെ പ്രീസെറ്റൊക്കെ വർക്ക് ചെയ്യേണ്ടതാണ്. സോ പ്രീസെറ്റ് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ദ ഫീഡ്ബാക്ക് വോൾട്ടേജ് പ്രീസെറ്റ്. ഫീഡ്ബാക്ക് വോൾട്ടേജിൻ്റെ പ്രീസെറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ട്രാൻസ്ഫോമർ വയറിംഗ് ചെക്ക് ചെയ്യുക. കൺട്രോൾ കാർഡ് ഈസ് നോട്ട് ഫങ്ഷൻ പ്രോപ്പർലി. കൺട്രോൾ കാർഡ് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിലും കൺട്രോളിങ് നടക്കില്ല. സോ ഔട്ട്പുട്ട് ഹൈ ആയാലും അത് അറിയാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ചെക്ക് റീപ്ലേസ് കൺട്രോൾ കാർഡ്. കൺട്രോൾ കാർഡ് ചെക്ക് ചെയ്യുക. റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ദെൻ ഓവർ വോൾട്ടേജ് സെൻസിങ് ഈസ് ഫോൾട്ട്. ഓവർ വോൾട്ടേജ് സെൻസ് ചെയ്യാനുള്ള സെൻസിങ് സർക്യൂട്ട് ഫോൾട്ടായി പോയിട്ടുണ്ടാവും. സോ ഓവർലോഡ് സെൻസിങ് സർക്യൂട്ടിനെ നമ്മൾ ചെക്ക് ചെയ്യുക, റിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് ഫെയിലിയർ പറയുന്നത് UPS ഡസ് നോട്ട് സ്വിച്ച് ഓൺ ഇൻ ദ ബാറ്ററി മോഡ്. ബാറ്ററി മോഡിൽ UPS സ്വിച്ച് ഓൺ ആവുന്നില്ല. മെയിൻസ് എർത്തിങ് ഈസ് നോട്ട് പ്രോപ്പർ. മെയിൻസിൻ്റെ എർത്തിങ് പ്രോപ്പർ ആവില്ല. അങ്ങനെയാണെങ്കിൽ എർത്ത് കണക്ഷൻ ചെക്ക് ചെയ്യുക. ദെൻ പ്രോബ്ലം ഇൻ ദ ഇൻവെർട്ടർ സർക്യൂട്ട്. ഇൻവെർട്ടർ സർക്യൂട്ടിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ബാറ്ററി ചെക്ക് ചെയ്യുക. മോസ്ഫെറ്റ്, ഓസിലേറ്റർ സെക്ഷൻ, ഡ്രൈവർ സെക്ഷൻ, ഔട്ട്പുട്ട് സെക്ഷൻ, ഇത്രയും ഭാഗങ്ങൾ ഇൻവെർട്ടറിൻ്റെ പാർട്സായിട്ട് വരുന്ന ഇത്രയും ഭാഗങ്ങളിൽ നമ്മൾ ചെക്ക് ചെയ്യാം. ദെൻ ബാറ്ററി വയർ ഗെറ്റിംഗ് ബേൺഡ്. ബാറ്ററിയുടെ വയർ ബേണായി പോവുകയാണ്. ദ റിലേ പോയിൻറ്റ്സ് ആർ ജോയിൻഡ് ടുഗെദർ. റിലേയുടെ പോയിൻറ്റ്സ് ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? റിലേ ചെക്ക് ചെയ്യുക. നമ്മൾ റീപ്ലേസ് ചെയ്യുക. ആവശ്യമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. റിലേയുടെ പോയിൻറ്റ്സ് ആ ജോയിൻഡ് ടുഗെദർ, ഒരുമിച്ച് റിലേ കണക്ഷൻ ഒരുമിച്ച് ആയിക്കഴിഞ്ഞാൽ, അതിൽ പോയിൻറ്റ്സ് ജോയിൻ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബാറ്ററിയുടെ വയർ ബേൺഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ചേഞ്ച് ഓവർ ടൈം. ചേഞ്ച് ഓവർ ടൈം എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇത് ചേഞ്ച് ഓവർ ടൈം നമുക്ക് സപ്ലൈ ചെയ്യുന്ന ബാറ്ററിയിൽ നിന്ന് മാറ്റിയിട്ട് മെയിൻസിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇൻവെർട്ടറിന് മെയിൻസിലേക്ക് മാറ്റാനുള്ള ഒരു ചേഞ്ച് ഓവർ ടൈം അതിന് പൊതുവേ ഹൈ ആവുക. അങ്ങനെ ഹൈ ആവുന്ന കേസിൽ എന്തായിരിക്കും? നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ നോർമലി അത് വർക്ക് ചെയ്യാതെ റീബൂട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചേഞ്ചിങ് ഓവർ ടൈമിനകത്ത് നമ്മൾ പറഞ്ഞു 5 മില്ലി സെക്കൻഡിലും കൂടുതൽ വരികയാണെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ റീബൂട്ടിങ് നടക്കും. അപ്പോൾ അങ്ങനെ റീബൂട്ടിങ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഓസിലേറ്റർ സർക്യൂട്ട് ചെക്ക് ചെയ്യുക. ചെക്ക് ഓർ റീപ്ലേസ് IC ആൻഡ് അതർ കമ്പോണൻസ് ഓഫ് ദി ഓസിലേറ്റർ സെക്ഷൻ. ഓസിലേറ്റർ സെക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഇതുപോലെ നമുക്ക് റീബൂട്ടിങ് നടക്കുന്നത്. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ചേഞ്ച് ഓവർ ടൈം കൂടിപ്പോയിട്ട് കമ്പ്യൂട്ടറിലൊക്കെ റീബൂട്ടിങ് നടക്കാനുള്ള കാരണം മെയിനായിട്ടും അതിൻ്റെ ഓസിലേറ്റർ സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. സോ ഓസിലേറ്റർ IC ചെക്ക് ചെയ്യുക. കമ്പണൻസ് എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് ആവശ്യമുണ്ടെങ്കിൽ കമ്പണൻസ് റീപ്ലേസ് ചെയ്യുക. ദെൻ ലോ ബാക്കപ്പ് ടൈം. ബാക്കപ്പ് ടൈം കുറവാണ്. അത് ഇപ്പം സപ്ലൈ പോയി കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറൊക്കെ ഓഫ് ചെയ്യുന്നതിന് ഷട്ട് ഡൗൺ ചെയ്യുന്നതിനിടയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ബാക്കപ്പ് ടൈം പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ബാക്കപ്പ് ടൈം കുറവായിരിക്കും. ബാക്കപ്പ് ടൈം കുറവാണെങ്കിൽ നമുക്ക് സപ്ലൈ കിട്ടില്ല. സോ അങ്ങനെയാകുമ്പം എന്തായിരിക്കും അതിൻ്റെ റീസൺ? ബാക്കപ്പ് കുറവാണെങ്കിൽ അതിൻ്റെ ഫിൽട്ടർ കപ്പാസിറ്റർ, മെയിനിൽ നിന്നുള്ള ഫിൽട്ടർ കപ്പാസിറ്ററിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റർ ചെക്ക് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാം. ദെൻ ബാറ്ററി ഗെറ്റ് ഷോർട്ട് സർക്യൂട്ട് ഓർ ഡിസ്ചാർജ്. ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് ആവുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡിസ്ചാർജ് ആവും. ബാറ്ററിക്കകത്ത് ചാർജ് നിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് UPSൽ കറക്റ്റ് ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററി ചാർജ് നിൽക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു കേസാണെങ്കിൽ ബാറ്ററി ചെക്ക് ചെയ്യുക. അതിനകത്ത് ബാറ്ററി ചാർജ് നിൽക്കാതെ, ബാറ്ററിയിൽ കാലാവധി കഴിഞ്ഞിട്ട് ബാറ്ററിയിൽ ചാർജ് നിൽക്കാത്ത പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്ത് പുതിയ ബാറ്ററി വയ്ക്കാൻ ശ്രമിക്കുക.